പ്രഭാരം ചേട്ടാ, ഒരു വിശേഷം അറിയാം. പറയാതെ എങ്ങനെ അറിയും? അത് പറയാൻ എനിക്കങ്ങ് നാണമാണ്. നാണത്തോടുകൂടി പറ. പിന്നെ ഈ നാട്ടുകാരൊക്കെ പറയുവാ, എന്തുവാ? എന്റെ അമ്മാവന്റെ മോൻ ഇവിടെ വന്ന് താമസിക്കുന്നത് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ചിങ്ങത്തിൽ നടക്കുമെന്ന്. നടന്നോട്ടെ. ഒന്ന് കിണിക്കാൻ ആ ചാരം കൊണ്ടിട്ടിട്ട് പോ. ഇത് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ആ കട്ടയടിക്കാൻ പോ. കരാറെടുത്തതാ. ചേട്ടൻ എന്തിനാ ഇങ്ങനെ ശരീരം കളഞ്ഞ് ജോലി ചെയ്യും? ജീവിക്കാൻ ജീവിക്കാനോ പോ. ഇത്രയൊക്കെ ജോലി ചെയ്യാതെ ജീവിക്കും. ഇങ്ങനെ ചേട്ടന്റെ കൂടെ ജോലി ചെയ്യാൻ ഒരാളൂടെ കാണത്തില്ല. ആര്? നമുക്കൊന്ന് വേഗം പോകാം. അമ്മ ഇപ്പൊ ഒന്ന് വീട്ടിൽ ചെന്ന് കാണും. പാർവതി, നിനക്ക് രാത്രി ഉറക്കം കുറവാണോ? ഞാൻ ഉറങ്ങും. പിന്നെ നീ ചോദിക്കുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നതോ? അതെ, ഞാൻ കൊച്ചിലേ മുതൽ അങ്ങനെ. ചേട്ടന് രാത്രി ഉറക്കം കുറവാന്നോ? പേടി കത്തിക്കാൻ തീപ്പെട്ടി കമ്മരിക്കുന്ന ശബ്ദം കേൾക്കാവല്ലോ. നീ ഉറങ്ങി കിടക്കുകയാണെങ്കിൽ തീപ്പെട്ടി ഉറയ്ക്കുന്ന ശബ്ദം എങ്ങനെ കേൾക്കും? നമ്മൾ രണ്ടുപേരും കിടക്കുന്നതിന് തമ്മിൽ ഒരു ചെറ്റയുടെ വ്യത്യാസമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇന്ന് അടുക്കളയിലെ പുറത്തെ വാതിൽ സാക്ഷിയിടണ്ട. ഞാനൊന്ന് ചുമയ്ക്കാം, അപ്പൊ വന്നേച്ചാ മതി. അതെന്തിനാ? ഓ, നീ കൊച്ചു കുഞ്ഞാണ്, നിനക്കൊന്നും അറിഞ്ഞൂടെ? ആഹാ, ചേട്ടൻ അങ്ങനെയാണോ എന്നെ വിചാരിച്ചിരിക്കുന്നത്? എങ്ങനെ? കൊള്ളാം. ചേട്ടൻ ഇങ്ങനത്തെ ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പാർവതി, പാർവതി, നീ ഇന്ന് രാത്രി കിടന്ന് ഞരളയും മുഴുകയും ഉരുളയും പിറളയൊക്കെ ചെയ്യുന്നുണ്ടാ? അതുകൊണ്ട് കളവ് പറഞ്ഞിടണമെന്നുണ്ടോ? ഒരു കാര്യം ചെയ്യും, സന്ധ്യമയക്കത്തിൽ കാവിക്കടയിൽ കുളിക്കാൻ വന്നാൽ മതി. അയ്യയ്യേ, ഈ ചേട്ടൻ എന്തൊക്കെ ചീത്തയായി പറയുന്നത്? എനിക്കിതൊന്നും കേൾക്കണ്ട. അയ്യോ, ഇത്തരക്കാരൻ ആ ചേട്ടനെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചേട്ടന്റെ കൂടെ ഒറ്റയ്ക്ക് ജോലിക്ക് പോലും വരത്തില്ലായിരുന്നു. കഷ്ടം. വേണ്ട വേണ്ട, ഞാനൊന്നും പറഞ്ഞില്ല. നിനക്ക് എന്നോട് സ്നേഹമാണെന്ന് വിചാരിച്ചു. എനിക്ക് സ്നേഹമുണ്ടല്ലോ. എന്നോട് പിണങ്ങിയെന്നു? ചെറിയൊന്നും. എന്നാലും എനിക്ക് ചേട്ടനോട് സ്നേഹം. ഞാൻ പിണങ്ങത്തുമില്ല. പിന്നെ എന്റെ അടുത്ത് വരില്ലെന്ന് പറഞ്ഞതോ? സ്നേഹമാണെന്ന് വെച്ച് ഞാൻ രാത്രി കഥവൊന്നും തുറന്നിടത്തില്ല, ഇറങ്ങി വരുത്തുമില്ല. പിന്നെ ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് അമ്മയ്ക്കും അച്ഛനും ഒക്കെ സമ്മതമാ. എനിക്കും സമ്മതമാ. പ്രഭാരം ചേട്ടൻ എവിടെ നിൽക്കാണോ? ഞങ്ങൾ എവിടെല്ലാം അന്വേഷിച്ചു. കുറുപ്പോ? കുറുപ്പിയായിട്ട് സംസാരിച്ച് യൂണിയൻ ഓഫീസിലേക്ക് വന്നു. എന്തൊക്കെയുണ്ട് ചെല്ലപ്പാ വിശേഷം? ഞാനിപ്പോ ചെല്ലപ്പനല്ല, പ്രഭാകരൻ. വീടങ്ങ് കുമരകത്താ. അങ്ങനെയാണോ? പോലീസുകാർ ഇപ്പോഴും എന്നെ തിരക്കുന്നുണ്ടോ കുറുപ്പേ? ഈയിടെ കുറച്ച് കൂടുതലാ. അത് ആ യൂണിയൻ പൊതുപണി മുടക്കിന് പ്ലാൻ ഇട്ടിരിക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കണം കൂടുതൽ അന്വേഷിക്കുന്നത്. എന്റെ പിള്ളേരെങ്ങനെയുണ്ട്? അവർക്ക് സുഖമാ. ഞാന് ഈയിടെ അതുവഴി ഒന്ന് പോയിരുന്നു. ആ കുമാരിയും കുട്ടപ്പനും കൂടെ ഓടി ഇങ്ങ് വന്നു. എന്നോട് ചോദിച്ചു ഞങ്ങളുടെ അച്ഛന് സുഖമാണോ. എന്റെ ചെല്ലപ്പ, ആ കൊച്ചു പെണ്ണിനാണേ നിന്നെ കാണാത്തതിലുള്ള സങ്കടമല്ല. അവളോ? ആര്? ഭവാനിയോ?
അല്ലേ അവൾക്ക് സുഖമല്ലയോ? ആ ഗോപാലന്റെ ഭാര്യയായത് പിന്നെ അവൾക്ക് പരമാനന്ദമാ. ആ അവൾ ഗർഭിണിയുമാ. ആ പിന്നെ ചെല്ലപ്പന്റെ വീടിപ്പോഴവിടെ ഇല്ല. അവള് കുറെ രൂപ വാങ്ങിച്ചുകൊണ്ട് കുടികളൊപ്പം ഒഴിഞ്ഞു കൊടുത്തു. ഇപ്പൊ ചെല്ലപ്പന്റെ വീട് നിന്നിടത്ത് ആ കേശമുള്ള ഒരു വലിയ കെട്ടിടം പണി ആരംഭിച്ചിരിക്കുക. അയാൾ എന്റെ വീട് വിളിച്ചപ്പോ നിങ്ങളൊക്കെ എന്ത് ചെയ്തു? ഞങ്ങളെ കൊണ്ട് ആകാവുന്ന ഒക്കെ നോക്കി സഖാവേ. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആ കേശവുള്ള ഭവാനിയെ വിളിച്ച് DSPയുടെ അടുക്കൽ കൊണ്ടെന്ന് പറയിപ്പിച്ചു. അവിടെ സ്വന്തം മനസ്സാരെ ഒഴിഞ്ഞു കൊടുത്തതാണെന്നും കുടികിടപ്പ് അവരുടെ പേരിലാണെന്നും. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? സഖാവെന്ന പാർട്ടി ഓഫീസിലോട്ട് ചെല്ല്. ഇതേ ഉള്ളൂ എന്റെ കയ്യില് സമരഫണ്ടിന് എന്റെ സംഭാവന. അപ്പോൾ ഞാൻ കാലത്തെ അങ്ങോട്ടും പോവും. ഇന്നത്തെ സമരത്തിന്റെ മട്ട് കണ്ടിട്ടേ വല്ല വെടിവെപ്പ ലാത്തി ചാർജൊക്കെ നടക്കുന്നാണ് തോന്നണത്. അല്ല വെടിയെങ്ങാനും വഴി തെറ്റി ഞമ്മളെ മേലേക്ക് വന്നാലല്ല പണിക്കുറ്റം തീർന്നത് തന്നെ. എന്നാണ് ഈ കടയും അടച്ചിട്ടേക്കണോ? കട അടച്ച റേഷൻ വാങ്ങിക്കണ്ടേ? വെടിയുണ്ടേക്കാൾ വലുതാണടാ നമുക്ക് റേഷൻ. എന്നതാ ഈ പൗലൂസിന്റെ കാര്യം? അതൊരു വലിയ കഥയാ. പൗലോസിന്റെ മാത്രമല്ല, അതുപോലെ ഒരുപാട് പേരുടെ കഥയുണ്ട്. ആട്ടെ, താൻ ഏതാ? ഞാൻ കുട്ടനാട്ടുകാരൻ, തൊഴിലാളിയാ. ഇപ്പൊ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഓ, ഞാൻ കുറച്ച് ദിവസം ഒളിവില്ല. കുറച്ച് ദിവസം ഒളിവില്ല. എന്നിട്ടാണ് ഈ പോലീസിന്റെ വായിൽ വന്ന് നിൽക്കുന്നത്. പഹയാ പോ. ഓ, എനിക്ക് പേടിയൊന്നുമില്ല. അമ്മ പിടിക്കുന്നേ പിടിച്ചോട്ടെ. ഇതൊന്നു വഴി. എന്നതാടി? പ്രവാരനും നമ്മുടെ പെണ്ണും തമ്മിൽ ഇഷ്ടമായിരുന്നു. അവൻ ഇവിടുന്ന് പോയ പിന്നെ അവളങ്ങ് വല്ലാതായല്ലോ. അവര് തമ്മിൽ മനസ്സാലെ ഇഷ്ടമായിരുന്നെന്നാ എനിക്ക് തോന്നണം. അവൻ പോയ പിന്നെ പെണ്ണിന് ഊണുമില്ല ഉറക്കവുമില്ല. മറ്റൊന്നും ഉണ്ടായിട്ടില്ല കേട്ടാ, അത് തിട്ടമാ. ഈ സ്ഥലത്ത് ആർക്കും ഒരു വിവരവും ഇല്ല ചാ. പ്രഭാരൻ ചേട്ടനെ സന്ധ്യയ്ക്ക് അമ്പലടക്കൽ വെച്ച് കണ്ടവരുണ്ട്. ഇതെന്തൊരു മറിമായം! ഇങ്ങനെ ആരോടും പറയാതെ ഇറങ്ങി പോകത്തക്കോണം എന്ത് കാര്യം ഉണ്ടായി ഇവിടെ? വല്ലതും ഉണ്ടായോടി? ഞാൻ അറിയൊന്നും ഉണ്ടായിട്ടില്ല. വല്ല പോലീസോ മറ്റോ എങ്കിലാരെങ്കിലും കാണാതിരിക്കുവോ? അതെ, ഏതായാലും ഈ വിവരം നിങ്ങൾ നേതാവിനൊന്നും അറിയിക്കണം. അദ്ദേഹം ഏൽപ്പിച്ച ആളല്ലയോ? അത് ശരിയാ. നീ ഇപ്പൊ തന്നെ പോയി അദ്ദേഹത്തോട് വിവരം ഒന്ന് പറഞ്ഞേച്ചോ. ശ്രീകാട്ട മോനെ,